കറക്റ്റാണ്. ഇപ്പോഴത്തെ പിള്ളേർ അടിപൊളിയാണ്. റിയാസ് സലീം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം മണ്ടന്മാരാണ് പറഞ്ഞു. അല്ല, ഒരിക്കലുമല്ല. ഇപ്പോഴത്തെ പിള്ളേർ മുന്നേ ഉള്ളതിനേക്കാളും കൂടുതൽ അപ്ഡേറ്റഡ് ആണ്. ടെക്നോളജി അവർക്കറിയാം. ഒരുപാട് ഐഡിയാസ് ജനറേറ്റ് ആവുന്നുണ്ട് അവരുടെ മൈൻഡിൽ. അതായത് നമ്മൾ ചില ടൈമിൽ ഞാൻ ഇൻ്റർവ്യൂ ഓരോ കുട്ടികളായിട്ട് ഞാൻ ഡിസ്കഷൻ ഇരിക്കുമ്പോൾ അവരുടെ തോട്ട് പോകുന്നതാണ് നമുക്ക് തന്നെ അത്ഭുതപ്പെടും. അതായത് ഈ ഒരു ഏജ് തന്നെ അവർക്ക് ഒരു ബിസിനസ്സിൽ ഇറങ്ങാനുള്ള പ്ലാനും ആ ബിസിനസ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഐഡിയ ഒക്കെ അവരുടെ അടുത്തുണ്ടാവും. അപ്പോൾ ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. അപ്പോൾ അത് ഒരു ഭയങ്കര പ്ലസ് പോയിൻ്റ് ആണ്. പക്ഷേ അവരത് ബിസിനസ് ആയിട്ട് ഒരു ബിസിനസ് മോഡലിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. അതായത് ഇമോഷണൽ സ്ട്രഗിൾസ്. നമുക്ക് അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം. അതുപോലെ തന്നെ റിസ്ക് മാനേജ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ റിലേഷൻഷിപ്പ്, കൺവിൻസിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ മെച്ചുറായി വരുന്നൊരു ഏജിലാണ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ബിസിനസ് ഇറങ്ങുന്നത്, +2 കഴിഞ്ഞിട്ട് ബിസിനസ് ഇറങ്ങുന്നത് റോങ് ആണെന്നല്ല. ബട്ട് ബെറ്റർ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഗ്രാജുവേഷനോ അല്ലാന്നുണ്ടെങ്കിലും ഒരു കോളേജ് എക്സ്പീരിയൻസോ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഞാനിപ്പോൾ MBA എന്ന് പഠിച്ചതല്ല ബിസിനസ്സിൽ ചെയ്യുന്നത്. ബട്ട് ആ MBA പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, കോൺഫിഡൻസ് ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് സ്കിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ആ ഒരു ടൈമിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടിയതാണ്. സോ ഇതെല്ലാം നമുക്ക് ബിസിനസ്സിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സോ അവരുടെ ടെക്നോളജിക്കൽ എക്സ്പെർട്ടൈസും അവരുടെ ഐഡിയയും അതിൻ്റെ കൂടെ ഈ മാനേജ്മെൻറ്റ് സ്കില്ലും കൂടെ ഉണ്ടാകുമ്പോൾ ബിസിനസ് ഒന്നും കൂടെ ഡെവലപ്ഡ് ആവും.